സിമ്പിൾ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കറി ഇടുന്ന ആവശ്യമില്ല. കറിയൊന്നും ഇല്ലാതെ തന്നെ ചെറിയ മധുരത്തോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. ഇതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് അളവിൽ കൈമാ റൈസാണ്. നമ്മുടെ മലബാർ ബിരിയാണി അരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു അരിയിൽ തയ്യാറാക്കി എടുക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു അപ്പത്തിന് നല്ലൊരു രുചിയും നല്ലൊരു മണമൊക്കെ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ അരി തന്നെ എടുത്തിട്ടുള്ളത്. അരി നന്നായിട്ട് കഴുകിയിട്ട് നല്ല വെള്ളത്തിൽ ഞാനിവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് ചെയ്തിട്ടുള്ളത് വൈകിട്ടാണ്. എനിക്ക് രാവിലത്തേക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു അപ്പം റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ രാവിലെ ഇത് തുറന്ന് നോക്കിയിട്ടുള്ളതാണ്. നന്നായിട്ട് ഇത് അരി കുതിർന്ന് വന്നിട്ടുണ്ട്. മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും അരി കുതിർത്തിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ ഇനി ഇത് നമ്മൾ ഇതിലുള്ള വെള്ളം കംപ്ലീറ്റ് അങ്ങ് മാറ്റിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഈ ഒരു സൈസിലുള്ള ഒരു പഴം അതിൻ്റെ നടുക്കുള്ള ആ ഒരു കറുത്ത അരിയൊക്കെ കളഞ്ഞിട്ട് നല്ല വൃത്തിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അരി കിടന്നാലും കുഴപ്പമൊന്നുമില്ല. അരി കിടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അപ്പം റെഡിയാക്കി എടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു കറുത്ത ആ ഒരു ഇത് കാണാൻ പറ്റും. അപ്പോൾ ഒരു ഭംഗിക്കുറവുണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത് തേങ്ങാപ്പാലിലാണ്. അപ്പോൾ ഞാനിവിടെ ഒരു വലിയൊരു തേങ്ങയുടെ പാല് റെഡിയാക്കി എടുത്തിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ 1-ാം പാലും 2-ാം പാലും 3-ാം പാലൊക്കെ ഒന്നിച്ച് തന്നെ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഈ ഒരു ജാറിലേക്ക് നമുക്ക് ഈ ഒരു പഴം കംപ്ലീറ്റ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു അരി കൈമാ റൈസ് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ഈ ഒരു അരിക്കകത്ത് നിന്ന് വലിയ സ്പൂൺ അളവിൽ 2 സ്പൂണിൽ ഞാനിവിടെ അരി ഈ ഒരു പഴത്തോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മളിനി ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ സ്പൂണിൽ പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ പഞ്ചസാര നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം. നമുക്ക് നല്ല മധുരം വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് കുറച്ചുകൂടെ പഞ്ചസാര കൂട്ടി കൊടുക്കാം. ഇതിപ്പോൾ ഞാനിതിൽ ചേർക്കുന്ന പഞ്ചസാരയുടെ അളവെടുത്ത് കഴിഞ്ഞാൽ ഒരു മീഡിയം മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഒരു നുള്ള അളവിൽ ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മാത്രമായിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പഴമൊക്കെ നന്നായിട്ട് അരിഞ്ഞ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ആയി കിട്ടുമ്പോൾ ഒരു 2 തവി അളവിൽ തേങ്ങാപ്പാലൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ പഴം ആദ്യം നന്നായിട്ട് അരിഞ്ഞ് കിട്ടിയതിന് ശേഷം മാത്രം തേങ്ങാപ്പാൽ ചേർത്തിട്ട് അരച്ചെടുക്കാം. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പം ഈ ഒരു പഴത്തിൻ്റെ ഈ ഒരു കൂട്ട് നല്ല തിക്കാണ്. ഇത്രയും തിക്നെസ് നമുക്ക് വേണ്ട. ഇനി ഞാനിപ്പോൾ നമുക്കിത് ലൂസാക്കി എടുക്കണ്ട, ഇത്തിരി കഴിഞ്ഞ് ലൂസാക്കി എടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വേറെ തേങ്ങാപ്പാൽ ഇപ്പം ചേർത്ത് കൊടുക്കണ്ട. ഈ പഴത്തിൻ്റെ ജ്യൂസ് നന്നായിട്ട് വടിച്ചിട്ട് നമ്മൾ ഈ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു ജാറ് നമുക്ക് കഴുകിയിട്ട് വേണം കൊണ്ടുവരാനായിട്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു അരിയാണ് അരച്ചെടുക്കാനുള്ളത്. ഈ ഒരു അരി കംപ്ലീറ്റ് നമുക്ക് ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു അരിയുടെ കൂടെ നമുക്കൊരു വലിയ സ്പൂണിൽ ചോറാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ചോറ് ചേർത്ത് കൊടുക്കുമ്പോൾ വെള്ളച്ചോറ് തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കുക കേട്ടോ. പിന്നെ ഒരു വലിയ സ്പൂണിൽ പഞ്ചസാര കൂടെ ചേർത്തിട്ടുണ്ട്. പഞ്ചസാര നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചും കൊടുക്കാം. ഒരു നുള്ള അളവിൽ ഉപ്പൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഒരു 1-2 തവി അളവിൽ നമുക്ക് തേങ്ങാപ്പാലൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ച് എടുത്തിട്ട് വരാം. അപ്പം നന്നായിട്ട് അരിഞ്ഞ് കിട്ടണം കേട്ടോ അരി. അപ്പോൾ അതിന് മുന്നേ ഞാനിവിടെ ഈ ഒരു തേങ്ങാപ്പാൽ മറ്റൊരു ബൗളിലോട്ട് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു തേങ്ങാപ്പാലിൻ്റെ അടിയിലുള്ള ആ ഒരു കറുത്ത കട്ട് അത് നമുക്ക് ഈ ഒരു അപ്പത്തിലേക്ക് വരുമ്പം ഒരു ഭംഗിക്കുറവുണ്ടാവും. അപ്പോൾ ആ ഒരു കറുത്ത കട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരിച്ചിട്ട് വേറൊരു ബൗളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതെടുത്ത സമയത്ത് അരി ഇങ്ങനെ ഇളക്കിയെടുക്കുമ്പോൾ ഈ ഒരു കട്ട് കണ്ടതുകൊണ്ടാണ് ഞാനതങ്ങോട്ട് മാറ്റിയെടുത്തിട്ടുള്ളത്. അത് മാത്രമല്ല എനിക്ക് ഈ ഒരു വലിയ ബൗള് ഈ ഒരു അരി അരച്ചിട്ട് ചേർക്കാനായിട്ട് ഈ ഒരു വലിയ ബൗള് എനിക്ക് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇതേപോലത്തെ ഈ ഒരു കട്ട് നമുക്ക് വേണ്ട കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വേറൊരു ബൗളിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു അരി നമ്മൾ അരച്ചത് ഈ ഒരു ബൗളിലോട്ട് ചേർത്ത് കൊടുക്കാം. അരി നന്നായിട്ട് അരഞ്ഞ് കിട്ടണം, എങ്കിൽ മാത്രമേ നമ്മുടെ അപ്പം നന്നായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഇത്രയും തേങ്ങാപ്പാൽ പോരാ, ഇനി ഒരുപാട് നമുക്ക് ലൂസാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ജാറിലേക്ക് ഞാൻ കുറച്ചുകൂടെ തേങ്ങാപ്പാൽ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കുലുക്കിയിട്ട് ഈ ഒരു അരിയുടെ കൂടെ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തേങ്ങാപ്പാൽ ഡയറക്റ്റ് ചേർത്തിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ പാകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു തേങ്ങാപ്പാൽ എത്രത്തോളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നോ അത്രയും നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ അപ്പത്തിന്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഇളക്കിയിട്ട് ഈ ഒരു തവി കമിഴ്ത്തി നോക്കുന്ന സമയത്ത് ഈ പരുവത്തിൽ വേണം നമുക്ക് തവിയിൽ ഈ ഒരു മാവ് കിട്ടാനായിട്ട്. ഒരുപാട് കട്ടിക്ക് മാവ് കിടക്കാതെ ഇതേപോലെ ഈ ഒരു പരുവത്തിൽ തവിയുടെ പുറത്ത് മാവ് കിടക്കുന്ന രീതിയിൽ വേണം നമുക്ക് ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കാനായിട്ട്. അതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ലൈറ്റായിട്ട് മാത്രമേ തവിയുടെ പുറത്ത് മാവ് കിടക്കാവുള്ളൂ നമ്മളിങ്ങനെ കമിഴ്ത്തി നോക്കുന്ന സമയത്ത്.
അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ഈ ഒരു അരിയുടെ കൂട്ടും അതേപോലെ തന്നെ പഴത്തിൻ്റെ കൂട്ടും റെഡി ആയിട്ടുണ്ട്. പഴത്തിൻ്റെ കൂട്ടിലേക്ക് നമുക്ക് കുറച്ചുകൂടെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഒരുപാട് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇത്രയും കട്ടി നമുക്ക് ഈ ഒരു കൂട്ടിന് ആവശ്യമില്ല. അപ്പോൾ ഇത്തിരി കൂടെ നമുക്ക് തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ലൂസാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു അപ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് നെയ്യാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നെയ്യ് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തിളക്കുന്ന വെള്ളത്തിൻ്റെ മുകളിൽ നല്ല സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് പ്ലേറ്റ് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു അപ്പം റെഡിയാക്കി എടുക്കാൻ നിൽക്കാവുള്ളൂ. വെളിച്ചെണ്ണ ഒന്നും യൂസ് ചെയ്യരുത്. നെയ്യ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇനി പ്ലേറ്റിലേക്ക് നമുക്കൊരു 1.5 തവിയോളം മാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ പ്ലേറ്റ് നേരെ തന്നെ വെക്കുക, അല്ലെങ്കിൽ നമ്മൾ അപ്പം റെഡിയാക്കി എടുക്കുമ്പോൾ ഒരു സൈഡ് തിക്കായിട്ടും ഒരു സൈഡ് തിന്നായിട്ടും കിടക്കും. അപ്പോൾ നേരെ വെച്ച് കൊടുത്തിട്ട് ഒരു 1.5 തവി മാവ് നമുക്ക് ഒഴിച്ചെടുക്കാം. നല്ല തിന്നായിട്ടുള്ളൊരു ലെയർ മാത്രം മതി കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 2-2.5 മിനിറ്റ് നേരം മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്കിത് കുക്കായിട്ട് കിട്ടും. ഫുൾ ഫ്ലെയിമിൽ ഒരു 2-2.5 മിനിറ്റോളം കുക്കാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഒരു 2 മിനിറ്റോളം മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ. അപ്പോൾ 2 അല്ലെങ്കിൽ 2.5 മിനിറ്റിനുള്ളിൽ തന്നെ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മുകൾ ഭാഗം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ടാവും. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു പഴത്തിൻ്റെ ആ ഒരു കൂട്ടും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പഴത്തിൻ്റെ കൂട്ട് നമുക്കൊരു 1.5 തവി മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ ദോശയൊക്കെ പരത്തി കൊടുക്കുന്നത് പോലെ അതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു തിന്നായിട്ടുള്ള ലെയറിൽ തന്നെ പരത്തി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ പോലെ തന്നെ അടച്ച് വെച്ചിട്ട് ഒരു 2-2.5 മിനിറ്റ് നേരം മാത്രം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. വേഗം തന്നെ പഴവും നമുക്ക് കുക്കായിട്ട് കിട്ടും. അപ്പം ഇതേപോലെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മളിനി അരിമാവാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പം അരിമാവ് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് വേണം മാവ് ഒഴിച്ച് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ മുകൾ ഭാഗത്ത് തേങ്ങാപ്പാലും താഴെ അരിയുടെ ആ ഒരു മാവും കിടക്കും. നന്നായിട്ട് ഇളക്കി നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഓരോ തവണയും നമ്മൾ ഇതേപോലെ മാവ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പം ഇതേപോലെ ഇനി നമ്മൾ പഴത്തിൻ്റെ ആ ഒരു കൂട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എത്രത്തോളം നമുക്ക് ഹൈറ്റിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റുമോ അത്രയും ഹൈറ്റിൽ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ഉയരമുള്ള പാത്രമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല കട്ടിയായി തന്നെ ആ ഒരു കേക്കിൻ്റെ ഒക്കെ സൈസിൽ തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് പ്ലേറ്റ് ആയതുകൊണ്ട് അതിൻ്റെ ആ ഒരു സൈസിലാണ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് ലെയർ കൂടി വരുമ്പം കാണാനും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്തെടുക്കുന്ന സമയത്ത് മുകൾ ഭാഗത്ത് ആ ഒരു വൈറ്റ് കളർ തന്നെ വരണം. ഈ ഒരു പഴത്തിൻ്റെ മാവായിരിക്കരുത്. മുകൾ ഭാഗം കംപ്ലീറ്റ് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ആ ഒരു വൈറ്റ് കളറിൽ തന്നെ വേണം വരാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ ലാസ്റ്റ് ലെയറും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഫുള്ളായിട്ട് ഞാനിവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ലെയർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റോളം കുക്ക് ചെയ്തിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തു. എന്നിട്ട് ആ ഒരു ചൂടോട് കൂടി തന്നെ ആ പ്ലേറ്റ് കംപ്ലീറ്റ് ഞാൻ അതിനകത്ത് വെച്ചിട്ടില്ല, അതിൻ്റെ അകത്ത് നിന്ന് എടുത്ത് പുറത്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടണം. ഇതിൻ്റെ കംപ്ലീറ്റ് ചൂട് നമുക്ക് മാറി കിട്ടണം. ഫുള്ളായിട്ട് ചൂട് മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു അപ്പം പ്ലേറ്റിൽ നിന്ന് ഇളക്കിയെടുക്കാവുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് ഈ പ്ലേറ്റിൽ നിന്ന് അത് ഇളകി കിട്ടുള്ളൂ. അല്ലെങ്കിൽ മുറിഞ്ഞ് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ഞാനിവിടെ നല്ല രീതിയിൽ തണുത്തതിന് ശേഷം അതിൻ്റെ കംപ്ലീറ്റ് ചൂട് പോയതിന് ശേഷം മാത്രം ഞാനിവിടെ തുറന്ന് നോക്കിയിട്ടുള്ളത്. ഒരു 1.5 മണിക്കൂറിന് ശേഷം കേട്ടോ ഞാനിതിവിടെ ഇളക്കിയെടുക്കുന്നത്. അന്ന് ആ സമയത്ത് നമുക്ക് വേഗം തന്നെ ഇതിൻ്റെ അകത്ത് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് ഇളകി കിട്ടണമെങ്കിൽ നന്നായിട്ട് ഇതിലേക്ക് നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇതേപോലെ നല്ല ഭംഗിയിൽ ഇങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റണമെന്നില്ല. ഇപ്പം ഇങ്ങനെ ഇതിലോട്ട് വെക്കുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സോഫ്റ്റാണെന്നുള്ളത്. നല്ല പഞ്ഞി പോലെ കിടക്കുന്ന ഒരു അപ്പമാണ് കേട്ടോ. അപ്പം ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്തെടുക്കാം. സ്ക്വയറായിട്ട് വേണമെങ്കിൽ സ്ക്വയറായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. അതല്ല നിങ്ങൾക്ക് കേക്ക് കട്ട് ചെയ്തെടുക്കുന്ന പോലെ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പം നല്ല ടേസ്റ്റാണ്, കാണാനും നല്ല ഭംഗിയാണ്. ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ കണ്ടോ, ഇതേപോലെ നല്ല ഭംഗിയിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ഇത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനാണെങ്കിലൊക്കെ നല്ല ടേസ്റ്റായിട്ട് അവർ കഴിച്ചോളും. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇവിടെ ഇത് കട്ട് ചെയ്തെടുക്കുന്നത് സ്ക്വയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിൻ്റെ അനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒന്ന് സ്ക്വയർ ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ,
നല്ല ഭംഗിയിലാണ് കാണാനായിട്ട്, നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ചിട്ട് നമ്മുടെ ബിരിയാണി അരിയും അതേപോലെ തന്നെ ആ ഒരു പഴത്തിൻ്റെ തേങ്ങാപ്പാലൊക്കെ ആയിട്ടുള്ള ആ ഒരു കോംബോ എന്ന് പറയുന്നത് നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാനായിട്ട് നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ. ഒരു വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം. ബൈ.